അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. അപ്പോ തമ്പനയിൽ കണ്ട പോലെ നിങ്ങൾ എല്ലാരും തമ്പനയിൽ കണ്ടല്ലോ. അപ്പോ ഞങ്ങൾക്ക് നിബൂസിനെ ഒരു സിനിമയിൽ, ഒരു ചെറിയ സിനിമയിൽ അഭിനയിക്കാനുള്ള ഹമി ഇവിടെ ഉണ്ട് കേട്ടാ. ഹമി വിശന്നിട്ട് കരയാണ്. എന്താണ് ഹമിയെ, എന്താണ് പൈക്കണ? അപ്പൊ ഞങ്ങളെ ഇവിടെ ലൊക്കേഷൻ ഇതാ തൊട്ടപ്പുറത്ത്, അവിടെ ലൊക്കേഷനാണ്. ഇത് ആൾക്കാരുടെ വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടി ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ വണ്ടി ഒന്നല്ല, എല്ലാവർക്കും അറിയാലോ ഞങ്ങൾക്ക് കാറൊന്നും ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വന്നിരിക്കാൻ പറഞ്ഞാണ് അവരല്ലേ. ഇവിടുന്ന് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കുമോ ലൊക്കേഷൻ? അവിടെ ഇങ്ങനെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നിബൂസിൻ്റെ അവസരമായിട്ടില്ല. അപ്പം ഞങ്ങൾ 6 മണിക്ക് വന്നിരിക്കുകയാണ്. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഹമി വിശന്നിട്ട് ഇവിടെ കരയണുണ്ട്. അപ്പം നമ്മുടെ സിനിമൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുക നിബോ. അപ്പോൾ സിനിമേൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും വീഡിയോയിൽ പറയരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നിബു അഭിനയിക്കാൻ പോവാണ്. എല്ലാവരും ദുആ ചെയ്യണം. പിന്നെന്താ പറയാനുള്ളത് നിബോ? ഇതിപ്പം ഇട്ടിരിക്കുന്നത് ഈ ആ ഒരു റോള്, ആ ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. പൊന്നാര മക്കളെ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. എല്ലാരും സപ്പോർട്ടും ഉണ്ടാവും നിബൂസിന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന് മുന്നേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് ഫിലിമിലും വേറെ ഒരു ചെറിയ സിനിമയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയിട്ടില്ല ആ ഒരു സമയത്ത്. ഇത് പിന്നെ ഇപ്പോൾ കുറേ ആയല്ലോ, ഇപ്പോൾ ഏകദേശം. അപ്പോൾ 8-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നോക്കാം. കടന്നു ഇനി 9-ാം വയസ്സിലേക്ക് കടക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ്. അതെ, അപ്പോൾ ഒന്ന് അഭിനയിച്ച് നോക്കാൻ പോവാണ് നിബൂസ്. ഇവിടെ വലിയ ക്യാമറയും വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്, ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇതാ എന്താ ഹമിക്ക് വിശന്നിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്, ഇവര് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഷോട്ട് അവര് വിളിച്ചിട്ട് അവര് ഫുഡ് ഐറ്റം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈം ഇതാ ഇവിടുന്ന് കുറച്ചപ്പുറത്തുനിന്ന് ഇപ്പൊ വരും. ഹമി വിശന്നിട്ട് കരയാണ്. അപ്പൊ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അവര് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. പോവാ. ഹമി കുറെ നേരമായിട്ട് കരയണുണ്ട്. പോവാ. അപ്പോൾ സിനിമാക്കാർ വന്ന വണ്ടികളൊക്കെയാണ്, അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ബാക്കി അവിടെ നിന്ന് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാ. നൊസ്റ്റാൾജിയ, നമ്മൾ പഴയ കാലത്തെ എല്ലാ വില്ലേജിലും ഉണ്ടാകുന്ന ഒരു പൈപ്പില്ലേ, ആ പൈപ്പിൽ ഇവിടെ അങ്ങനെ ഒരു പൈപ്പ് ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്നാണ് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകുന്നത്. എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെയുണ്ട്? കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്നാ പറയുന്നത്. അപ്പോൾ ഇതാ അവിടെ കുറേ പുളിയൊക്കെ വീണ് എടുക്കുന്നുണ്ട്. നീബൂസിൻ്റെ ഷോട്ട് റെഡി ആയിട്ട് നീബൂസിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ആൾ പോകുന്നുണ്ടതാ. ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിൽ വന്നാണേ. നിബൂസ് ഡോണറ്റാണ് കഴിക്കുന്നത്. എല്ലാവരും ഉണ്ട്. ഹമി ഡോണറ്റും ഒരു വാട്ടർമെലൺ ജ്യൂസും. രണ്ടാൾക്കും വത്തക്ക ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ജ്യൂസ് കുടിക്കാൻ വന്നപ്പോൾ ചേട്ടൻ നിബൂസിൻ്റെ ചാനലൊക്കെ എടുത്തു നോക്കുന്നുണ്ട്. അതെന്ത് പറ്റി? എന്തേ? അപ്പം മറ്റൊരു ലൊക്കേഷനിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. അവിടെ അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഹമി എന്തോ പാട്ടൊക്കെ പാടുന്നുണ്ട്. പ്രിങ്കിൾസാണ് കഴിക്കുന്നത്. അല്ല, അടുത്ത സീനിലും ഈ സെയിം കോസ്റ്റ്യൂം തന്നെ, ഈ ഡ്രസ്സ് തന്നെ പറഞ്ഞിക്കണോ? ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത നിബൂസിൻ്റെ ഷോട്ടാണ്. റെഡിയല്ലേ മോനെ?
ഇത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം മറ്റൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. ഈ മുന്നിൽ ഒരു ആക്ട്രസ് ആണ് കേട്ടോ. പിന്നെ ആവേശത്തിൽ അഭിനയിച്ച ഒരു ആക്ടർ ഉണ്ട്. പിന്നെ ബബിത ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ ഉണ്ട്, സോറി ആക്ട്രസ്. നിബൂസ് ക്ഷീണിച്ചുറങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് വേണ്ടി അവർ റൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫാമിലിക്ക് വേണ്ടി. ഇതാ നിബൂസ് വരുന്ന വഴി ഞങ്ങൾ ലൊക്കേഷനിൽ നിന്ന് നേരെ റൂമിലേക്ക് വന്ന് ഉറങ്ങി. നല്ലോണം ഉറങ്ങിയാ ഹമീദ ഉറക്കത്തിൽ നേരെ വന്ന് ഞങ്ങൾ ഒരു ദിവസമായിരുന്നു ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ട് തീർന്നിട്ടില്ല, അങ്ങനെ 2 ദിവസത്തേക്ക് ആക്കുമായിരുന്നു അവർ. അപ്പോൾ നിബൂസ് ആദ്യമായിട്ട് വലിയ ക്യാമറയിൽ അഭിനയിച്ചു. ഹമീദ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ ഇവിടുന്ന് ഇന്ന് ഒരു ദിവസം ലുലുവിലൊക്കെ ഒന്ന് പോയിട്ട് നാളെ വൈകിട്ട് നാട്ടിലേക്ക് പോവല്ലേ ഇൻഷാ അല്ലാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇതാ നിബൂസ് ഇവിടെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. കോഫി അങ്ങനെ ഉണ്ട് മോനെ? കുടിച്ചു കഴിഞ്ഞാ അതെന്തെപ്പിച്ചിക്കില്ല. ഹമീം നിബൂസും കൂടിയിട്ട് കോഫിയൊക്കെ കുടിച്ച് ഇവിടെ കോഫി ഉണ്ടാക്കാനുള്ള നമ്മൾ കഴിഞ്ഞ പണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതാ ബ്രൂ ഇതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ വെച്ചിട്ട് ഉമ്മച്ചി കോഫി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ലുലു മാളിൽ പോവും. അവിടുന്ന് എന്താ പ്ലാന്? ലുലു മാളിൽ പോയിട്ട് വെറുതെ നമ്മൾക്ക് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം അല്ലേ. പിന്നെ ഹമി ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഓ എന്തേ. അപ്പോൾ ഇതാണ് പിന്നെ റൂമിന്റെ പുറത്ത്. ഇത് പുറത്ത് അത്ര വലിയ വ്യൂ ഒന്നും ഇല്ല. അലമാര തുറന്ന് അതിനുള്ളിൽ എന്തേലും ഉണ്ടാ? ഒന്നുമില്ല. ഇതിലിവിടെ അമ്മച്ചിന്റെ ബാഗ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെറ്റപ്പാണ് ഈ റൂമിനുള്ളത്. പിന്നെ ഇവിടെ നോക്കുമ്പോ അപ്പുറത്ത് വീടാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലേ നിബോ ലുലുമാള്. ഇവിടെ നടക്കാനുള്ള കുറച്ച് നടന്നു കഴിഞ്ഞാൽ ലുലുമാൾ എത്തി. അപ്പോ ഇനി എന്താ പറയാനുള്ളത്? എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അല്ല നമ്മുടെ ഇത് എന്താണ് സിനിമന്റെ പേര് എന്താണ്? കൊഴുക്കട്ട. അതായത് നമ്മൾ കഴിക്കുന്ന കൊഴുക്കട്ട എന്ന് തന്നെയാണ് ആദ്യം. ഈ ഒരു ഫുഡ് ബ്ലോഗറിന് ആദ്യം കിട്ടിയ ഒരു സിനിമ എന്ന് പറയുന്നത് ഫുഡായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം തന്നെ, കൊഴുക്കട്ട അല്ലേ. അതിൽ കുറേ സിനിമയിലൊക്കെ അഭിനയിച്ച കുറേ പേരുണ്ട് കേട്ടോ. ബബിത ബഷീർ, പിന്നെ ആവേശത്തിൽ അഭിനയിച്ച എന്താണ് സുഖാണോ എന്ന് ചോദിക്കുന്ന ചേച്ചി അല്ലേ, നമ്മുടെ ഹൃദയത്തിലെ ദർശനയുടെ അമ്മ, റിയൽ ലൈഫിലെ അമ്മ അല്ലേ മോനെ? അപ്പൊ അത് ഇതാ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ അമ്മ ഉണ്ട്, ചേച്ചി ഉണ്ട്. പിന്നെ വേറെയും കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങളില്ലാത്ത ദിവസം വേറെയും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 2 ദിവസം, ആദ്യം ഒരു ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷൂട്ട് തീരാത്തതുകൊണ്ട് ഇന്നലെ ഇന്നുമാണ് ഞങ്ങൾ ഇപ്പം നിബൂസിന്റെ ഷൂട്ട് ചെയ്തത്. നിബൂസ് വൈകിട്ട് പോകും, അത് നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് അപ്പൊ ആദ്യത്തെ എങ്ങനെയുണ്ട്? ഞങ്ങൾ കുറച്ച് അടിപൊളി. ആദ്യം പേടിച്ചിട്ടാ, കാരണം വലിയ ക്യാമറ ഒക്കെ കാണുമ്പോ നിബു ഒന്ന് ഇതാവോന്ന് പേടിച്ചു. പക്ഷെ ഡൗട്ടൊക്കെ ചോദിച്ച്, പിന്നെ ലൊക്കേഷനിൽ കുറെ സമയം ഷോട്ട് ഇല്ലാത്ത സമയത്ത് വെറുതെ എങ്ങനെ ഇരിക്കണം അല്ലേ, വെറുതെ ഇരിക്കണം. ആ ഒരു സമയത്തുള്ളൊരു ബോറടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നാ? അപ്പോ നമുക്ക് എന്താണ് ഇനി എന്താ പറയാനുള്ളത്? ഇനിയൊന്നുമില്ലല്ലോ. നാളെ പോവും. മറ്റന്നാൾ ക്ലാസ് ഉണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ കൊടുക്കല്ലേ. ബൈ ബൈ.